2024 എന്ന ഈ വർഷം നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. എന്നാണ് അത് നടന്നത്? 1929. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ബാലഗംഗാധര തിലകാണ്. നമുക്കറിയാം, തിലക് എന്ന് പറയുന്ന വ്യക്തി ഏത് കാഴ്ചപ്പാടോടുകൂടിയ ആളായിരുന്നു? തീവ്ര ദേശീയവാദവുമായി ബന്ധപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് തിലക്. ലാൽ ബാൽ പാൽ, ഇവർ 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും തീവ്ര ദേശീയത അല്ലെങ്കിൽ തീവ്രവാദ മനോഭാവത്തോടു കൂടിയ നേതാക്കളായിരുന്നു. ഓക്കെ. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. ഏത് സംസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതത് സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു പറഞ്ഞ കോട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്നാണ് ഇദ്ദേഹം ആഹ്വാനം ചെയ്തത്. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ ആരാണ്? നിധിൻ മധുക്കർ ജംധാർ. അപ്ഡേറ്റഡ് ആണിത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂർ. നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിധിൻ മധുക്കർ ജംധാർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? VP മേനോൻ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. തന്നിരുന്ന ഓപ്ഷനുകളിൽ പോണ്ടിച്ചേരിയാണ് ആൻസർ. പോണ്ടിച്ചേരി ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? KM പണിക്കർ. KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഉത്തരം ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് എന്ത്? മംഗൾയാൻ. നമുക്കറിയാം, നമ്മുടെ 2000 രൂപയുടെ നോട്ടിലുള്ളത് ഏത് ചിത്രമാണ്? അതും മംഗൾയാൻ തന്നെയാണ്. ശാസ്ത്ര പുരോഗതിയാണിത് കാണിക്കുന്നത്. ഓക്കെ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ബ്രസീലാണ് ഉത്തരം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്.
ഹിമാലയ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തന്നിരുന്നവയിൽ ശരിയായിട്ടുള്ള 2 പോയിൻറ്റ്സാണ് ഉണ്ടായിരുന്നത്. അത് 1, 3 എന്നുള്ള ഓപ്ഷനായിരുന്നു. അതായത് ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി എന്നുള്ള ഒരു പോയിൻ്റ്. ഒപ്പം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു തന്നിരുന്നവയിൽ ശരിയായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഇതും ശരിയാണ്. സോ തന്നിരുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. രണ്ടും ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയല്ല, വന്ദേ മാതരമാണ്. ദേശീയ ഗാനമാണ് ജനഗണമന. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അതും ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിക്കരയിലാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്നുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ശരിയാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയാണ്. ശരിയാണ്. 1ാം സ്ഥാനം പെരിയാറും 2ാം സ്ഥാനം ഭാരതപ്പുഴയാണല്ലോ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. ചാലക്കുടി പുഴയിലല്ലേ. സോ ഓപ്ഷൻ 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. അത് തെറ്റല്ലേ. വേമ്പനാട്ട് കായലല്ലേ ഉത്തരം വരിക. സോ ഓപ്ഷൻ 2 തെറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിലാണ്. അതും ശരിയാണ്. സോ ഇവിടെ ഉത്തരം ശരിയല്ലാത്തവ എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ബി 2 മാത്രമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. അത് തെറ്റാണ്. ആര്യങ്കാവ് ചുരമാണ് ഉത്തരം വരിക അവിടെ. രണ്ടാമത്തേതായിട്ട് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. അതും ശരിയാണ്. സോ ഇവിടെ ഉത്തരമായിട്ടുള്ളത് ശരിയായവ 2ഉം 3ഉം ആണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. അഴീക്കൽ അത് കണ്ണൂരാണ്. പൊന്നാനി മലപ്പുറത്താണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നീണ്ടകര എവിടെയാണ്? കൊല്ലമാണ്. ഇവിടെ തിരുവനന്തപുരം എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. നീണ്ടകര കൊല്ലത്താണ്. കായംകുളം എവിടെ വരും? ആലപ്പുഴ. സോ 2ഉം 3ഉം ആണ് ശരി. കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. സോ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ മലപ്പുറം. ശരിയാണ്. ചെന്തുരുണി കൊല്ലം. ഇത് രണ്ടും ശരിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ ഇവിടെ കാണപ്പെടുന്നു. അത് ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. അതും ശരിയാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോധവർമ്മരാജയാണ്. ശരിയാണ്.
ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. അതും ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. ഇത് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കി വയ്ക്കുക. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിൽ ഉണ്ട്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ്. സോ ഇത് രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് റോങ് ആയിട്ടുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. കേരള സ്പീക്കർ AN ഷംസീർ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കേരള സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അത് ശരിയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബിക സുധൻ മങ്ങാടിന് ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഇവിടെ ഓപ്ഷൻ B ആണ് ഉത്തരം. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് മാസം 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ചന്ദ്രയാൻ 3. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും ചന്ദ്രയാൻ 3യുടെ മൊത്തം ചിലവ് 615 കോടി രൂപ. ഈ 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്. ISRO ചെയർമാൻ മോഹൻകുമാർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? മാക്സിം ഗോർക്കി. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ലോക്പാൽ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ധനഞ്ജയ Y ചന്ദ്രചൂഡ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ Y ചന്ദ്രചൂഡ് അഥവാ DY ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? വിജാഗിരി സന്ധി. C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയ. ജീവികളും ശാസ്ത്രനാമവും പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ശരിയാണ്. പിന്നീട് കാക്ക കോർവസ് പ്ലൻഡൻസസ്. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. ജീവികളും അവയുടെ ഹൃദയ അറകളും തന്നിട്ടുണ്ട്. ഇതിനെ ശരിയായിട്ട് ജോഡി ചേർക്കണം. പാറ്റയ്ക്ക് 13 അറകളാണ് ഹൃദയത്തിനുള്ളത്. പല്ലിയുടെ ഹൃദയത്തിന് 3 അറകളാണുള്ളത്. പക്ഷികളുടെ ഹൃദയ അറകളുടെ എണ്ണം 4 ആണ്. മത്സ്യത്തിനാണെങ്കിൽ 2 ഹൃദയ അറകളാണ് ഉള്ളത്. ഇവിടെ ആൻസർ C ആണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? 2023. സങ്കരയിനം തക്കാളികളാണ് മുക്തി, അനഘ, അക്ഷയ തുടങ്ങിയവ. ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ 4 ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് കൂടിയാണ് ഡയോപ്റ്റർ എന്ന് ഓർക്കുക. ഒരു കുതിരശക്തി അഥവാ ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ടാണ്? 746. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആര്? S സോമനാഥ്. ചന്ദ്രയാൻ 3യുടെ റോവറിൻ്റെ പേര്? പ്രഗ്യാൻ. ലാൻഡറുടെ പേരെന്തായിരുന്നു? വിക്രം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ചിക്കൻ പോക്സും ക്ഷയവുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ എ. സിറോഫ്താൽമിയ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണിൻ്റെ ഈർപ്പം നഷ്ടമായി വരളുന്ന ഒരവസ്ഥയാണ് സിറോഫ്താൽമിയ. ഈ സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ്.
കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യ മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? 2014 നവംബർ 9. 2014 നവംബർ 9 കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യ മന്ത്രാലയം രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ ഹരിത വിപ്ലവ പിതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം? കണ്ണ്. നേരത്തെ നമ്മൾ ക്സിറോഫ്താൽമിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ ക്സിറോഫ്താൽമിയും ഒപ്പം ഇപ്പോൾ പറഞ്ഞ ഗ്ലൂക്കോമയും ബാധിക്കുന്നത് കണ്ണിനെ തന്നെയാണ്. വൈറസ് രോഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ചിക്കൻ ഗുനിയയും ഡെങ്കിയും എയ്ഡ്സുമായിരുന്നു വൈറസ് രോഗങ്ങളായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്ത്? സ്നേഹക്കോട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. എന്താണ് സ്നേഹക്കോട്? ഒന്നുകൂടി ശ്രദ്ധിക്കുക. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായിട്ടുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കോട്. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് ഇവയൊക്കെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ്. തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗമല്ലാത്തത് നെഫ്രൈറ്റിസ് ആണ്. നെഫ്രൈറ്റിസ് കിഡ്നിയുമായി റിലേറ്റഡ് ആണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. എന്താണ് മാതൃജ്യോതി പദ്ധതി? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം ത്വക്കാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ക്ഷയമുണ്ടാകാൻ കാരണം ബാക്ടീരിയയാണ്. അതേപോലെ നിപ്പ ഉണ്ടാവാൻ കാരണം വൈറസാണ്. 2ഉം 4ഉമാണ് തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള ജോഡികൾ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.